ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ 12th അതായത് +2 ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് മാത്തമാറ്റിക്സിലെ മെട്രീസസ് എന്ന് പറയുന്നത്. ഒരു പുതിയ കോൺസെപ്റ്റാണത്. കാരണം +1 പഠിക്കാതെ +2 മാത്രം കാണുന്ന ഒരു പുതിയ കോൺസെപ്റ്റ്, മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റാണ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഈ മെട്രിക്സ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾക്ക് നിലവിൽ ചുറ്റുപാട് നോക്കിയാൽ പലയിടത്തും ആ ഒരു ഷേപ്പ്, ഇതൊരു അറേഞ്ച്മെൻ്റ് ആണ്, ഷേപ്പ് കാണാൻ കഴിയും. റോയായിട്ടും കോളമായിട്ടും ഉള്ള വസ്തുക്കളുടെ അറേഞ്ച്മെൻറ്റ്. റോ എന്ന് വെച്ചാൽ ഇങ്ങനെ ലെഫ്റ്റ് ടു റൈറ്റ് അറേഞ്ച് ചെയ്യുന്നതിനാണ് റോ എന്ന് പറയുന്നത്. ഓക്കെ, കോളം അപ്പ് ഡൗൺ അറേഞ്ച്മെൻറ്റ്സ് ആണ് കോളം എന്ന് പറയുന്നത്. ഓക്കെ, വെർട്ടിക്കൽ അറേഞ്ച്മെൻറ്റ്സ്. ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻ്റ് ആയ റോയും വെർട്ടിക്കൽ, ഇത് ഫസ്റ്റ് റോ R1 എന്ന് പറയാം, സെക്കൻഡ് റോ R2 എന്ന് പറയാം, തേർഡ് റോ R3 എന്ന് പറയാം. ഇത് കോളം C1 C2 C3. ഇങ്ങനെ റോയായിട്ടും കോളമായിട്ടും ഉള്ള അറേഞ്ച്മെൻറ്റ്സ്, വസ്തുക്കളുടെ അറേഞ്ച്മെൻറ്റ്സ്. ഇവിടെ നമ്മൾ നമ്പേഴ്സ് ആണ് പഠിക്കുന്നത്. നമ്പറുകളുടെ അറേഞ്ച്മെൻറ്റ്സിന് പറയുന്ന പേരാണ് മെട്രിക്സ് അറേഞ്ച്മെൻറ്റ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഉപയോഗിക്കുന്ന തുണിത്തരങ്ങൾ, ഷർട്ട്, പാൻറ്, അല്ലെങ്കിൽ ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാൽ കർച്ചീഫ്, ഹാൻഡ് കർച്ചീഫ്. നമ്മൾ കുളിക്കുമ്പോൾ ഈ തല തോർത്താൻ ഉപയോഗിക്കുന്ന തോർത്തല്ലേ, തോർത്തുമുണ്ട്. ഇത്തരം കാര്യം ഇവിടെ ഇതിലൊക്കെ ഇപ്പം നമ്മുടെ കർച്ചീഫിലൊക്കെ അല്ലെങ്കിൽ തോർത്തുമുണ്ട്, അത് ദിവസവും നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇതിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നൂലുകൾ അല്ലേ, ആ നൂലുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് റോയായിട്ടും കോളമായിട്ടും ഇങ്ങനെ ഇഴുകി ചേർത്ത് അല്ലേ, അധികം വിടവുകളൊന്നും വരാത്ത രീതിയിൽ നല്ല ടൈറ്റായിട്ട് അവർ ചേർത്ത് വെച്ചിരിക്കുന്നത് റോയായിട്ടും കോളമായിട്ടും. ഇങ്ങനെ റോയായിട്ടും കോളമായിട്ടും അറേഞ്ച് ചെയ്യുന്നുണ്ടുള്ള എന്താ പറയുന്നത് ഗുണം എന്താണ്, അതിൻ്റെ ഒരു ഉദ്ദേശം എന്താണ് എന്ന് വെച്ചാൽ ഇതിന് കൂടുതൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ ആ ഒരു അതിൻ്റെ ആ തയ്യൽ, അതിൻ്റെ ആ ആകൃതിക്ക് കൂടുതൽ സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയാണ്, സ്ട്രോങ് ആവാൻ വേണ്ടിയാണ് റോയായിട്ടും കോളമായിട്ടും അറേഞ്ച് ചെയ്യുന്നത്. ഇത് റോയായിട്ട് മാത്രമോ അല്ലെങ്കിൽ കോളമായിട്ട് മാത്രമോ അറേഞ്ച് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് അത് കീറിയെടുക്കാൻ പറ്റും, അതിനെ നശിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ വാതിലുകൾ, ജനലുകളൊക്കെ, ഈ ജനലുകളിൽ ജനൽ കമ്പികൾ, പണ്ട് കള്ളന്മാർ ജനൽ കമ്പികൾക്ക് പെട്ടെന്ന് അവർക്ക് വളച്ചെടുക്കാൻ പറ്റുമായിരുന്നു. കാരണം റോയായിട്ട് മാത്രമേ അറേഞ്ച് ചെയ്തിട്ടുള്ളൂ. ഇപ്പോഴും ചില വീടുകളിൽ പഴയൊരു സ്റ്റൈൽ വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ജനലുകളിലെ കമ്പികൾ റോയായിട്ട് മാത്രമേ ഉള്ളൂ. അതിന് കുറുകെ വെർട്ടിക്കലായിട്ട് കമ്പികളൊന്നും അറേഞ്ച് ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പം ഈ പറഞ്ഞ സെക്യൂരിറ്റി അടിസ്ഥാനമാക്കിക്കൊണ്ട് എല്ലാ വീടുകളും ജനൽ കമ്പികൾ അങ്ങനെ നെടുകയും കുറുകയും, മലയാളത്തിൽ പറഞ്ഞാൽ അങ്ങനെ നെടുകയും കുറുകയും വെർട്ടിക്കലായിട്ട് ഹൊറിസോണ്ടലായിട്ടും അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ അറേഞ്ച് ചെയ്യുന്നുണ്ട് കള്ളന്മാർക്ക് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല, കമ്പികൾ ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അവരുടെ ഇപ്പോൾ നൂതനമായ ആയുധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെ ഉപകരണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇച്ചിരി പാടുപെടും ഇതൊക്കെ ബ്രേക്ക് ചെയ്യാൻ. അതാണ് ആ മെട്രിക്സ് അറേഞ്ച്മെൻറ്റ് പ്രധാന കാര്യം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മുടെ റൂഫിൻ്റെ കോൺക്രീറ്റിംഗ്. നമ്മൾ വീടൊക്കെ കോൺക്രീറ്റ് വീടൊക്കെ പണിയുന്ന അവസരത്തിൽ ഈ റൂഫ് കോൺക്രീറ്റ് അല്ലെങ്കിലും പണ്ട് തടിയുടെ വീടൊക്കെ ആണെങ്കിലും ആ തടികൾ, ഈ മുളകളൊക്കെയുള്ള വീടുണ്ട്, മുള മേൽക്കൂരയായിട്ട് വരുന്നത്. ആ മുളകൾ ഈ റോയായിട്ടും കോളമായിട്ടും അറേഞ്ച് ചെയ്ത് ബലപ്പെടുത്തിയിട്ടാണ് അതിന് മുകളിൽ എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പോലെ വിരിക്കുന്നത്. ഓക്കെ, പിന്നെ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ആ കമ്പികളാണ് അതിൻ്റെ ആ കോൺക്രീറ്റിൻ്റെ നട്ടെല്ലെന്ന് പറയുന്നത്. അത് റോയായിട്ടും കോളമായിട്ടും അറേഞ്ച് ചെയ്തിട്ടാണ് അതിനെ എന്ത് ചെയ്യുന്നത്, കോൺക്രീറ്റ് ബലപ്പെടുത്തുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഇപ്രകാരം നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാടത്ത് നമ്മുടെ നിത്യേന ഉപയോഗിക്കുന്ന സാധനങ്ങൾ തൊട്ട് നമ്മൾ വസിക്കുന്ന വീട് അല്ലെങ്കിൽ സ്കൂള്, കെട്ടിടം, ഇതിൻ്റെയൊക്കെ മേൽക്കൂര വരെ നമുക്ക് മെട്രിക്സിൻ്റെ ആപ്ലിക്കേഷൻ കാണാൻ കഴിയും. ഇത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് കാണാൻ കഴിയുന്ന ആപ്ലിക്കേഷൻസ്, മനസ്സിലാക്കാൻ കഴിയുന്ന ആപ്ലിക്കേഷൻ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പം ഇതൊക്കെ ബലം കിട്ടാൻ വേണ്ടി നമ്മൾ വ്യക്തമായിട്ട് എടുത്ത് പറയുന്നു. എന്നാൽ ഇത് മാത്രമല്ല മെട്രിക്സിൻ്റെ ആപ്ലിക്കേഷൻ, നിങ്ങൾ ഈ ചാപ്റ്ററിൽ അവസാനം പഠിക്കുന്നുണ്ട്. ഈ മെട്രിക്സിൻ്റെ അറേഞ്ച്മെൻറ്റ്സിനെ പറ്റി ഞാൻ പറഞ്ഞു. ഇറ്റ്സ് ആൻ അറേഞ്ച്മെൻറ്റ് ഓഫ് എലമെൻറ്റ്സ്, ഒബ്ജക്റ്റ് ഓർ നമ്പേഴ്സ് ഇൻ റോസ് ആൻഡ് കോളംസ്. റോസിൻ്റെ സ്പെല്ലിംഗ് ഇതാണ്, RA അല്ല ROWS ആണ്, RAWS അല്ല ROWS. കോളം സ്പെല്ലിംഗ് ഇതാണ്, COLUMNS. ഒരു മെട്രിക്സിൽ എത്ര റോ ഉണ്ട്, എത്ര കോളം ഉണ്ട് എന്നതിനെ ആസ്പദമാക്കിയാണ് അതിൻ്റെ സൈസ് പറയുന്നത്. സൈസിനെ മറ്റൊരു പേര് പറയും ഓർഡർ. ഒരു മെട്രിക്സിൻ്റെ സൈസിന് പറയുന്ന പേരാണ് ഓർഡർ. ഒരു മെട്രിക്സിൽ 2 റോയും 3 കോളവും ആണെങ്കിൽ, ഇപ്പം ഞാനിവിടെ വരച്ചേക്കുന്നത് 3 റോയും 3 കോളംസും ആണ്. അതുകൊണ്ട് ഈ മെട്രിക്സിൻ്റെ ഓർഡർ 3/3. ഇൻറ്റു എന്നാണ് ഇടുന്നത്. ഇൻറ്റുവിനെ നമ്മൾ വിദേശീയർ വിളിക്കുന്നത് ബൈ എന്നാട്ടോ, ആ ഒരു സിമ്പിൾ ബൈ. 3/3. അവർ 3/3 എന്ന് പറഞ്ഞാൽ 3 × 3 നമ്മൾ മനസ്സിലാക്കിക്കണം. 3/3. മറ്റേ /3 എന്നാണ് പറയുന്നത്. 3/3 അല്ലെ 3/3. അങ്ങനെയാണ് അവർ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതേസമയം നമ്മൾ ഇതിന് ഇൻറ്റു എന്ന് പറയാം അല്ലേ. ഇൻറ്റു എന്നുള്ളതിനേക്കാളും ഇതിൻ്റെ എന്താ പറയുക, അടിസ്ഥാനപരമായ ലാംഗ്വേജ് അവരുണ്ടാക്കിയെടുത്തത് കൊണ്ട് അത് അവരെ ബൈ എന്നാണ് അവരിതിനെ ഈ സിമ്പിൾ നൊട്ടേറ്റ് ചെയ്യുന്നത്, അല്ലെ റീഡ് ചെയ്യുന്നത്. അപ്പോൾ 3/3 എഴുതുന്നത് ഇൻറ്റു എന്നാണെങ്കിലും 3/3 എന്നാണിത് വായിക്കേണ്ടത്.
അപ്പോൾ ഒരു മെട്രിക്സിൻ്റെ ഓർഡർ 3/3 എന്ന് വെച്ചാൽ അർത്ഥം ഫസ്റ്റ് നമ്പർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് റോസ് ആണ്, സെക്കൻഡ് നമ്പർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് കോളംസ് ആണ്. അപ്പോൾ ഒരു മെട്രിക്സിൻ്റെ ഓർഡർ 4/3 അതിൻ്റെ അർത്ഥം നമ്പർ ഓഫ് റോസ് 4, നമ്പർ ഓഫ് കോളംസ് 3. പിടികിട്ടിയ? ഒരു മെട്രിക്സിൻ്റെ ഓർഡർ m/n അർത്ഥം നമ്പർ ഓഫ് റോസ് m, നമ്പർ ഓഫ് കോളംസ് n. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയി. ഈ ഒരു രീതിയിലാണ് മെട്രിക്സിൻ്റെ സൈസ്, വലിപ്പം അല്ലെങ്കിൽ ഓർഡർ പറയുന്നത്. അപ്പോൾ മെട്രിക്സിൻ്റെ സൈസിനെയാണ് ഓർഡർ, സൈസ് ഓഫ് ദി മെട്രിക്സ് ആണ് ഓർഡർ എന്ന് പറയുന്നത്. ആ ഓർഡർ പറയാൻ നമ്മൾ 2 നമ്പേഴ്സ് ഉപയോഗിക്കുക. 2 നമ്പറിൽ ആദ്യത്തെ നമ്പർ റോകളുടെ എണ്ണത്തെയും രണ്ടാമത്തെ നമ്പർ കോളങ്ങളുടെ എണ്ണത്തെയും സൂചിപ്പിക്കുന്നത്. മസ്റ്റായിട്ട് അങ്ങനെ തന്നെ ആയിരിക്കണം. ഓക്കെ, ഇനി ഒരു മെട്രിക്സിൻ്റെ ഓർഡർ നോക്കിക്കൊണ്ട് ആ മെട്രിക്സിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ നമുക്ക് പറയാൻ കഴിയും. ഫോർ എക്സാമ്പിൾ 3x3 എന്ന് പറയുന്ന 3/3 എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ആ വലിപ്പം നോക്കിക്കൊണ്ട് ആ മെട്രിക്സിലുള്ള എലമെൻറ്റുകളുടെ എണ്ണം പറയാം. 3x3 9 എലമെൻറ്റ്സ്. 4/3 ഓർഡറിലുള്ള ഒരു മെട്രിക്സിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ 4x3 12 എലമെൻറ്റ്സ്. m/n ഓർഡറിലുള്ള ഒരു മെട്രിക്സിൽ എത്ര എലമെൻറ്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ കഴിയും n എലമെൻറ്റ്സ്. അപ്പം ആ ഓർഡർ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞാൽ അതിൽ എലമെൻറ്റുകളുടെ എണ്ണം കിട്ടും. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഒരു മെട്രിക്സിൽ 8 എലമെൻറ്റ്സ് ഉണ്ട്. 8 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ആ മെട്രിക്സിൻ്റെ സ്വീകരിക്കാവുന്ന ഓർഡറുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പോസിബിൾ ഓർഡേഴ്സ് ചോദിച്ചാൽ 1 × 8 പറയാം. നമ്മൾ എഴുതുന്ന ഇൻറ്റു ആണെങ്കിലും വായിക്കേണ്ടത് 1/8. തിരിച്ച് 8/1 എന്ന് പറയാം. ഇതെല്ലാം ആൻസർ 8 കിട്ടുന്നതാണ്. 4 × 2 പറയാം, 2/4 പറയാം. അപ്പോൾ ആൻസർ 8 കിട്ടുന്ന എലമെൻറ്റുകൾ, അത് നല്ല നമ്പറുകൾ, നാച്ചുറൽ നമ്പേഴ്സ് ഇവിടെ യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഓർഡർ പറയുമ്പോൾ എണ്ണമല്ലേ, എണ്ണം എന്ന് പറയുമ്പോൾ നാച്ചുറൽ നമ്പേഴ്സേ വരത്തുള്ളൂ. അപ്പം 2 നാച്ചുറൽ നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ 8 കിട്ടുന്ന ഏതൊക്കെ പോസിബിൾ ആൻസേഴ്സ് ഉണ്ടോ അതെല്ലാം നമ്മൾ എഴുതണം. അതൊക്കെ ഓർഡറായിട്ട് വരും. ഇനി 12 ഓർഡർ 12 ആണെങ്കിൽ ആൻസർ എന്തൊക്കെ വരാം? 1/12, 12/1, 2/6, 6/2, 3/4, 4/3. വേറെ വല്ലതും ഉണ്ടോ? വേറെ ഒന്നുമില്ല, ഇത്രയുണ്ട്. ഓർഡർ 5 ആണെങ്കിൽ 1/5, 5/1. അതായത് ഒരു പ്രൈം നമ്പറാണ് ഓർഡറായി നമുക്ക് എലമെൻറ്റുകളുടെ എണ്ണമായിട്ട് തരുന്നതെങ്കിൽ പ്രൈം നമ്പറാണ് എലമെൻറ്റുകളുടെ. 5 ഒക്കെ പ്രൈം നമ്പറാണ്. അതേസമയം 8ഉം 12ഉം ഒക്കെ കോമ്പോസിറ്റ് നമ്പർ. അപ്പം കോമ്പോസിറ്റ് നമ്പർ ആകുമ്പോൾ ഓർഡറൊക്കെ ഒരുപാട് പറയാൻ പറ്റും. അതേസമയം ഒരു പ്രൈം നമ്പറാണ് നമുക്ക് തരുന്നതെങ്കിൽ, എണ്ണമായിട്ട് തരുന്നതെങ്കിൽ, ഇപ്പം 2, 5, 2, 3, 5, 7, 11, 13, 19, 17 ഇങ്ങനെയൊക്കെയുള്ള നമ്പറാണ് തരുന്നതെങ്കിൽ നമുക്ക് 2 ഓർഡറേ പറയാൻ പറ്റൂ. കാരണം പ്രൈം നമ്പേഴ്സ് വെച്ച് ഒരുപാട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. 1 × 5 തിരിച്ച് 5 × 1 ഇത്രേ പറയാൻ പറ്റും. പ്രൈം നമ്പേഴ്സിനൊക്കെ 2 ഫാക്ടറേ ഉള്ളൂ. അതേസമയം 8നും 12നും ഒരുപാട് ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ട് കോമ്പോസിറ്റ് നമ്പേഴ്സ് അല്ലേ, അവിടെ മോർ ദാൻ 2 ഓർഡേഴ്സ് നമുക്ക് പറയാൻ കഴിയും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പം എന്തൊക്കെ പറഞ്ഞു? റോസ്, കോളംസ്, ഓർഡർ, ഇത് 3 മനസ്സിലായോ? റോസ് എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ്സ് ആണ്, കോളംസ് വെർട്ടിക്കൽ അറേഞ്ച്മെൻറ്റ്സ് ആണ്. ഓർഡർ എന്ന് പറയുമ്പോൾ ഈ 2 അറേഞ്ച്മെൻറ്റ്സിൻ്റെയും കൂടെ എണ്ണം റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയാണ് ഓർഡർ. അതിനെ സൈസ് ഓഫ് മെട്രിക്സ് എന്ന് പറയും, മെട്രിക്സിൻ്റെ സൈസ് എന്ന് പറയും. ഓക്കെ, ആ സൈസ് വെച്ചുകൊണ്ട് എലമെൻറ്റുകളുടെ എണ്ണം പറയാൻ കഴിയും. എലമെൻറ്റുകളുടെ എണ്ണം വെച്ചുകൊണ്ട് തിരിച്ച് ഓർഡറും പറയാൻ കഴിയും. ഇനി എനിക്ക് പറയാനുള്ളത് മെട്രിക്സിൻ്റെ തുടക്കം, ബേസിക് ആയിട്ടുള്ള ഭാഗങ്ങളായിരുന്നു. അപ്പോൾ ഇനി പറയാനുള്ളത് ഈ മെട്രിക്സിനെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് അറിയാം. അപ്പോൾ ഞാനൊരു മെട്രിക്സിനെ ഒരു ഫോം പറയാം. ആ മെട്രിക്സിലെ എലമെൻറ്റുകളെ ജനറലി റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെ AIJ. വായിച്ച IN ജെയും സഫിക്സ് ആയിട്ട് AIJ = I+J / 2. കണ്ടോ? AIJ എന്ന് പറയുമ്പം ഈ മെട്രിക്സിനകത്ത് വരുന്ന എലമെൻറ്റിൻ്റെ പൊതു സ്വഭാവം I+J / 2 രൂപത്തിലുള്ള എലമെൻറ്റുകളാണ് വരുന്നത്. അങ്ങനെയുള്ള ഒരു 2/2 മെട്രിക്സ് ഉണ്ടാക്കാൻ പറയുവാണ്. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വരാൻ കൊള്ളാവുന്നൊരു ചോദ്യമാണ് ഈ രൂപത്തിലൊരു ഈ മോഡലൊരു ചോദ്യം. ഒരു 2/2 മെട്രിക്സ് ഉണ്ടാക്കണം. അതിൽ ഓരോ മെട്രിക്സും നിങ്ങൾ എഴുതേണ്ടത് I+J / 2 രൂപത്തിൽ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ആദ്യമായിട്ടൊരു മെട്രിക്സിന് പേര് കൊടുക്കണം. പേര് കൊടുത്തൊരു മെട്രിക്സ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ മെട്രിക്സിൻ്റെ പേര് ക്യാപിറ്റൽ A എന്ന് കൊടുക്കാം. മെട്രിക്സിനകത്തൊക്കെ നമ്മൾ എപ്പോഴും സെറ്റിൽ കൊടുക്കുന്ന പോലെ തന്നെ സെറ്റിന് മെട്രിക്സിലൊക്കെ പേര് കൊടുക്കുമ്പോൾ അപ്പോൾ നമ്മുടെ തന്നെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ അല്ലേ, ഫസ്റ്റ് ലെറ്റർ. അതുപോലെ തന്നെ മെട്രിക്സിൽ ഒരൊറ്റ ലെറ്റർ ഉപയോഗിക്കത്തുള്ളൂ, അത് ക്യാപിറ്റലായിട്ട് തന്നെ കൊടുക്കണം, ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ A = കണ്ടോണം, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റിനെ നമ്മൾ എഴുതുന്നത് A11. അപ്പോൾ ഇവിടെ 2 റോയും 2 കോളവും വരാൻ പോവാം. 2 റോ 2 കോളം. ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ്
A12 1 2 12 എന്ന് വായിക്കരുത്, ഇത് 11 എന്ന് വായിക്കരുത്. 1 1 ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ ഫസ്റ്റ് എലമെൻറ്റ്, ഫസ്റ്റ് റോ സെക്കൻഡ് എലമെൻറ്റ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു റോ എഴുതി. ഇനി അടുത്ത റോ എഴുതാൻ പോവാ. A21 A22. എന്താ അതിൻ്റെ മീനിങ്? സെക്കൻഡ് റോ ഫസ്റ്റ് എലമെൻറ്റ്, സെക്കൻഡ് റോ സെക്കൻഡ് എലമെൻറ്റ്. ഇങ്ങനെ റോയിലെ എലമെൻറ്റുകൾ വെച്ചുകൊണ്ട് നമുക്ക് 4 എലമെൻറ്റ്സ് ഇവിടെ എഴുതാം. 2 by 2 A11 A12 A21 A22. ഓക്കെ, ഇപ്പോൾ ഇവിടെ 2 റോ ആയിട്ടുണ്ട്, 2 കോളംസ് ആയിട്ടുണ്ട്. മനസ്സിലായേ? അപ്പോൾ ഇനി നോക്കേണ്ടത് ഈ 2 റോയും 2 ഇനി ഇവിടുത്തെ എലമെൻറ്റുകൾ നമ്മളിങ്ങനെ കൊണ്ടുവരണം. ആരൊക്കെയാണ് അത്? ഇതിനകത്തോട്ട് എലമെൻറ്റിനെ കൊടുത്ത് കൊണ്ടുവരണം. ഫോർ എക്സാമ്പിൾ A11, അതിനൊരു വില ഇവിടെ കിട്ടാൻ പോവാണ്. ഐക്കും ജെയ്ക്കും പകരം ഇവിടെ 1 ഉം 1 ഉം കിടക്കുന്നത്. സോ ഐക്ക് പകരം 1, ജെയ്ക്ക് പകരം 1 കൊടുത്ത് 1 + 1 by 2. ആൻസർ 2 by 2 എന്ന് വരും, ആൻസർ 1 എന്ന് വരും. അപ്പോൾ ഇവിടെ വരാൻ പോകുന്ന എലമെൻറ്റ് ഈ 1 എന്ന് പറഞ്ഞൂടെ? അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ അടുത്ത് പറയൂ. A12 ആൻസർ പറയൂ. A12ൻ്റെ ആൻസർ ഐക്ക് 1 ഉം ജെയ്ക്ക് 2 ഇട്ട് കൊടുക്കുക, by 2 ആൻസർ 3 by 2. 3 by 2 ഫ്രാക്ഷൻ ആണ്, പോയിന്റ് ആക്കാൻ നിൽക്കേണ്ട, പോയിന്റ് ആക്കേണ്ട കാര്യമില്ല. A13 അല്ല, ഇനി അടുത്തത് A21 ആണേ. A21 = ഐക്ക് 2 ഉം ജെയ്ക്ക് 1 ഉം. അങ്ങനെയാണ്, ആദ്യം കിടക്കുന്ന ഐ, രണ്ടാം കിടക്കുന്ന ജെ. സോ ആൻസർ അഗൈൻ 3 by 2. A22 ഐക്ക് 2 ജെയ്ക്ക് 2, ആൻസർ 4 by 2. 4 by 2 നമുക്ക് അഗൈൻ ചെറുതാക്കാൻ പറ്റും 2. അങ്ങനെ എനിക്ക് മെട്രിക്സ് ഇവിടെ ഉണ്ടായി. എൻ്റെ മെട്രിക്സ് A = മെട്രിക്സ് 1 3 by 2 3 by 2 2. ഉണ്ടോ? ഇത്തരത്തിൽ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, പരീക്ഷിക്കാം. സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ് മെട്രിക്സ്. വളരെ സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന പ്ലസ് ടുവിലൊരു ടോപ്പിക്കാണ് മെട്രിക്സ്. പ്ലസ് ടുവിൽ അധികം ടോപ്പിക്സ് ഒന്നും ഇല്ല ഇങ്ങനെ സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന. പക്ഷേ ഇവിടെ മെട്രിക്സ് ഒക്കെ വളരെ പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്, കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അടുത്ത നമുക്ക് Aij = I-2j എന്ന് പറയുന്ന സ്വഭാവമുള്ള ഒരു മെട്രിക്സ് 3 by 2 മെട്രിക്സ്. 3 by 2 മെട്രിക്സ് എന്ന് പറയുമ്പോൾ നോക്കിയാൽ 3 റോ ഉണ്ടായിരിക്കണം. ഫസ്റ്റ് റോയിലെ എലമെൻറ്റ്സ് A11 A12. ഈ റോ ഈ കോളം 2 അല്ലേ? കോളം 2 ആണ്. കോളം 2 ആണെങ്കിൽ 2 എലമെൻറ്റ്സ് ഓരോ റോയിലും വരാവും. അപ്പോൾ കോളങ്ങളുടെ എണ്ണം അനുസരിച്ചാണ് റോയിലെ എലമെൻറ്റുകളുടെ എണ്ണം തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് റോയിൽ എത്ര എലമെൻറ്റ് വേണം? അതിങ്ങോട്ട് നോക്കിയാൽ മതി, 2 എലമെൻറ്റ്സ് വേണം. അടുത്ത സെക്കൻഡ് റോ A21 A22 2 എലമെൻറ്റ്സ്. തേർഡ് റോ A31 A32 2 എലമെൻറ്റ്സ്. നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കുക. A11 ഇതിനകത്തോട്ട് ഐക്ക് 1 ജെയ്ക്ക് 1 ഇട്ട് കൊടുത്ത ആൻസർ 1 - 2 എത്ര വരും? -1. അടുത്ത A12 1 - 2 × 2 ആൻസർ 1 - 4 എത്ര വരും? -3. A21 2 - 2 × 1 ആൻസർ 0. A22 2 - 2 × 2 ആൻസർ 2 - 4 -2. ഓക്കെ, അപ്പോൾ ഐക്കും ജെയ്ക്കും വില കൊടുക്കുക. അടുത്ത A31 3 - 2 × 1 ആൻസർ 3 - 2 1. A32 3 - 2 × 2 ആൻസർ 3 - 4 -1. സോ നമുക്ക് A എന്ന് പറയുന്ന മെട്രിക്സ് ഇങ്ങനെ എഴുതാം. -1 -3. അടുത്തത് 0 -2. അടുത്തത് 1 -1. ഓക്കെ, അപ്പം മെട്രിക്സിൻ്റെ ഒരു മെട്രിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ ഇതുപോലെ നിസ്സാരപ്പെട്ട കാര്യങ്ങളാണ് ഈ ചാപ്റ്റർ എമ്പാടും നമ്മൾ പഠിക്കുന്നത്. യാതൊരു സംശയം വേണ്ട. ഇതിൻ്റെ തൊട്ടടുത്ത ചാപ്റ്റർ ഇതുപോലെ തന്നെ പ്രയാസം കുറഞ്ഞ ഒരു ചാപ്റ്ററാണ്. വലിയ രീതിയിലുള്ള എന്താ പറയുക കാര്യങ്ങളൊന്നും ഇവിടെ പഠിക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും, ഞങ്ങൾക്ക് പഠിപ്പിക്കാനും പറ്റും. ഓക്കെ, അതുപോലെ എല്ലാ ചാപ്റ്ററും ആക്ച്വലി നമ്മൾ എത്ര ടഫുള്ള ചാപ്റ്റർ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വളരെ സിമ്പിളായിട്ടായിരിക്കും, യാതൊരു സംശയം വേണ്ട. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത്രയും ഭാഗം ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ കാര്യങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോ ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ ബൈ.